സാർ, മിസ്റ്റർ ബാബുരാജിന് സാറിനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. അതിനെന്താ, വരാമല്ലോ. കുറച്ചങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാൻ മുത്തച്ഛ, കുറച്ച് കൂടുതൽ സംസാരിക്കാനുണ്ടേ. ആയിക്കോട്ടെ. ഞാൻ നമ്മുടെ മുത്തച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോവാണ്. കേൾക്കണമെങ്കിൽ കേൾക്കാം. പറയൂ, എന്താണ് സംസാരിക്കാനുള്ളത്? പറയാം. താങ്കൾ പട്ടാളത്തിലായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ജമ്മുവിൽ. ജമ്മു കാശ്മീരിൽ. मैं आपसे थोड़ा हिंदी में बात करना चाहता हूं. हिंदी हमारा राष्ट्रभाषा है ना? जम्मू कश्मीर के बारे में कुछ बताइए. वो जगह कैसा है? शानदार है? सच बोलना चाहिए, नहीं तो नहीं बोलिए. मेरी मतलब यह है, बर्फ से छिपा हुआ पहाड़ों के बारे में कुछ ना कुछ बोलिए. उधर एक शानदार नाला है, क्या नाम है उसका? अगर आप कश्मीर के बारे में कुछ नहीं जानता है तो असम के बारे में बोलिए, बंगाल के बारे में बोलिए, बिहार के बारे में बोलिए. नहीं तो ये सब छोड़ के कम से कम हिंदी में एक बात तो बोलिए. कश्मीर, बिहार और बंगाल के बारे में मैं बहुत कुछ जानता हूं. वो मेरे दिल में ही रहे. वो तुम्हार को सुनाने का जरूरत नहीं. उस डाल लेक में हाउस बोट होता है, देखा है कहीं? उसमें जिंदगी का बहुत तरीका देखा हूं. उसका आमने सामने किया हूं मैं. समझा? मेरे बारे में तुम क्या जानते हो? इधर उधर से मिला हुआ नॉलेज तो अच्छा होता है, मगर तुम्हारा जो है वो पक्का नहीं, कच्चा है, कच्चा. तुम अपने आप को बहुत बड़े समझते हो. उसका नाम है अहंकार. आइंदा मेरा सामने खड़ा होकर बात नहीं करना, बदतमीज. समझा? खबरदार, बदतमीज कहेगा. उल्लू का फटा. चले जा. चल चल. ഈ ഹിന്ദി എങ്ങനെ ഒപ്പിച്ചു? ഹിന്ദി പഠിക്കാൻ പട്ടാളത്തിൽ പോകണമെന്നില്ലല്ലോ. ഞാനൊരു ദേശാടനക്കാരനല്ലേ. എനിക്ക് ഹിന്ദി മാത്രമല്ല ഒരുപാട് ഭാഷകൾ അറിയാം. ഇല്ലാണ്ട് പിച്ചി പിച്ചി വേഷാലിനി నా దగ్గర పెట్టుకోవద్దు. ఇది தெலுங்கு. டேய், இந்த மாதிரி பிச்சைக்கார வேஷம் கிட்ட வச்சுக்காதே. நினைத்தா புலியே படிப்பேன், ஆனா உயிர் போனாலும் நினைக்க மாட்டேன். புரிஞ்சதா? இது தமிழ், இனி ಕನ್ನಡ. ನಿಮ್ಮ ನಾಟಕ ಏನು? ನನ್ನತ್ರ ಮಾಡಬೇಡ. ನಿಮಗೆ ದುಡ್ಡು ಬೇಕಂದ್ರೆ ಹೋಗಿ ಭಿಕ್ಷೆ ಮಾಡ್ರಿ. മനുഷ്യനായാലേ കുറച്ചൊക്കെ ആത്മാഭിമാനം വേണം. കൂടെ നിൽക്കുന്ന ഒരു തൊഴിലാളിയെ വഞ്ചിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു മിസ്റ്റർ? ഞാൻ പറയുന്നത് താനൊന്നും മനസ്സിലാക്കാം. താനൊന്നും പറയണ്ടോ? ഡാ മുതലാളിത്തത്തിന്റെ ചെരുപ്പ് നക്കികളെ നാണമില്ലോടാ നിങ്ങൾക്കൊക്കെ. ചതിയന്മാര്, മൂരാച്ചോ. ഈ സ്ഥാപനമായിട്ട് തനിക്കിപ്പോ ഒരു ബന്ധവുമില്ല. മര്യാദയ്ക്ക് പുറത്തു പോകണം. ഞാനേ ലിയോ സീ ഫുഡ്സിനെ പ്രേമിക്കാൻ വന്നൊന്നുമല്ല. എന്റെ അനുവാദമില്ലാതെ ഒരു ലോഡ് ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നിരിക്കുന്നു. കാരണം അതിനുവേണ്ടി വന്നതാ. അപ്പോ മര്യാദയുടെ ഭാഷ തനിക്ക് മനസ്സിലാവത്തില്ല. ഇല്ല, എന്നെ തിരിച്ചെടുക്കുന്നത് വരെ എന്നിൽ നിന്ന് ഒരു മര്യാദയും പ്രതീക്ഷിക്കണ്ട. ഓ, എന്തോന്ന് കാണാൻ നിൽക്കോളൂ താൻ? അയാളെടുത്ത തൊഴിലാളി. എവിടുത്തെ തൊഴിലാളി? ലോഡ് വെളിയിൽ പോകുന്ന വല്ല തടസ്സം വന്നാലുണ്ടല്ലോ. തൊട്ടിലിക്കുന്നു. അപ്പൊ ഞങ്ങൾ എന്ത് കാര്യം? അല്ലെ സ്ഥിരപ്പെടുത്തുന്ന കാര്യം. അപ്പൊ ഇന്ന് തന്നെ ഞങ്ങൾ സ്ഥിരപ്പെടുത്തിക്കളെ അല്ലേ? എന്റെ നെഞ്ചത്തോടെ കേറ്റുകൂടെ പോകാം. എന്റെ പ്രശ്നം താൻ പരിഹരിക്കണോ? കേരള ഇറങ്ങി പോകണം.
എന്ത് പറഞ്ഞു? അല്പം കൂടി ജീവൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. ഒരു ഗുണ്ടയെ കൂടി വിളിച്ചോണ്ട് പോവാ, എന്നിട്ട് ബാക്കിയുള്ള ജീവൻ കൂടി എടുത്തോ. ഇതൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് നടന്നതല്ല. ഉവ് വലത് കൈ കൊണ്ട് ഇടിക്കുകയും ഇടത് കൈ കൊണ്ട് തലോടുന്നതായിട്ട് അഭിനയിക്കുകയും ചെയ്യുക ഒരു മുതലാളിത്ത തന്ത്രമാണെന്ന് പണ്ട് കാർൽ മാക്സ് പറഞ്ഞിട്ടുണ്ട്. ഓഹോ, അപ്പൊ ഈ കാറൽ മാർക്സ് പറയാത്തായിട്ട് ഒന്നുമില്ല ഈ ലോകത്തില്. ഒന്നുണ്ട്, ബൂർഷാ വർഗത്തെ ഒറ്റയ്ക്കൊരു തൊഴിലാളിക്ക് നശിപ്പിക്കാൻ പറ്റുന്ന അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനത് ചെയ്യും. മിസ്റ്റർ സാരഥി, ആരാണ് ഇവിടുത്തെ ബൂർഷ? ഈ പെൺകുട്ടിയോ അതോ ഇതിന്റെ താഴെയുള്ള 3 കൊച്ചു പിള്ളേരോ? കുര്യച്ചൻ ഇങ്ങനൊരു മാർഗം സ്വീകരിച്ച് ഞങ്ങൾക്ക് ശരിക്കും വിഷമമുണ്ട് കേട്ടോ. വി ആർ റിയലി സോറി. ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ സാരഥി ഫാക്ടറി ജോലിക്ക് കയറണം. ഇനി എന്റെ ഡോഗ് വരും നിങ്ങളുടെ ജോലിക്ക്. അതിപ്പോഴത്തെ ഈ ചൂടൊന്ന് തണുത്തിട്ട് ആലോചിച്ചാ മതി. വാമോളെ. പുന്നൂസേ, ഓ, ആ മോളെ, ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. വേറെ ആരോടും പറയണ്ട. ഓ. മുത്തച്ഛനെവിടെ? ഡോക്ടറെ കാണാൻ പോയി. അയാൾ എന്തിനാ വിളിച്ചേ? അത് വെറുതെ. വെറുതെ? അതേന്ന്. പുന്നുസേട്ടാ, കുത്തി കുത്തി ചോദിച്ച് മോൾ എന്നെ കൊണ്ട് കൂടുതൽ നുണ പറയിപ്പിക്കരുത്, ആരോടും പറയരുതെന്ന് പാർത്ഥസാരഥി പ്രത്യേകം പറഞ്ഞതാ. അയാളുടെ ഒരു സുഹൃത്തിനോട് കുറച്ച് കാശ് വാങ്ങി ഈ മരുന്ന് മേടിച്ച് വീട്ടിലെത്തിക്കാൻ. மணி எங்க போனான் இவன்? மணி ஒரு இடத்துல உட்கார மாட்டான். പാർത്ഥസാരഥിയുടെ അമ്മയല്ലേ? ஆமா, அவன் இங்க இல்லை, வேலைக்கு போயிருக்கான். இன்னும் சாப்பிட கூட வரலை. நீங்க யாரு? ഇത് പാർത്ഥസാരഥി ജോലി ചെയ്യുന്ന കമ്പനിയുടെ മുതലാളിയാ. அடடே, மீராவா? ம். பார்த்தன் உங்களை பத்தி நிறைய சொல்லியிருக்கான். காலேஜ்ல படிக்கிற இல்லையா? உள்ள வாங்க, உள்ள வாங்க. ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട്. அச்சோ, நீங்க ஆத்துக்கு வந்துட்டு உங்களுக்கு காப்பு கொடுக்காம அனுப்பிச்சேன்னு பாசாதிக்கு தெரிஞ்சா அவன் என்ன கொன்னுடுவன். അല്ലമ്മ, പാർത്ഥസാരഥി ഒരു വേലക്കാക മദ്രാസിക്ക് അയച്ചിരിക്കാണ്. കുറച്ചു ദിവസം കഴിഞ്ഞേ വരൂ. ஐயோ, அவன் எனக்கு சொல்லவே இல்லையே. ചൊല്ലാൻ താണ്ട് പെട്ടെന്ന് തീരുമാനിച്ചല്ലേ. ട്രെയിനിക്ക് സമയമായപ്പോ അവൻ പോയാച്ചി അല്ലേ? ആ വിവരം അറിയിക്കാനാണ് ഞങ്ങൾ വന്നത്. പിന്നെ ഈ മരുന്ന് ഇവിടെ തരാൻ പറഞ്ഞു. എന്താ അമ്മക്ക് സുഖമില്ലയാ? மருந்து எனக்கு இல்லை. மணி, மணி எங்கடா போன? இங்க வாடா, சாப்பிட வேண்டாமா? പാർത്തന്റെ തമ്പിയാക്കും, അവനുള്ളതാ മരുന്ന്. കൊല്ല എത്രയായി? എന്താ ചാപ്പിടെ. മരുന്ന് ഇങ്ങനെ കഴിക്കാന്നല്ലാതെ ഒരു പ്രയോജനം ഇല്ല. പാർത്തന്റെ കിടക്കുന്ന കാശിലെ 3/4 ഭാഗവും അവനക്ക് മരുന്നിട്ടാൻ പോறது. മദ്രാസിയിലെ യാരോ പെരിയ ഡോക്ടർ രാമൂർത്തിയാം, അവരെ കൊണ്ടുപോയി കാമിക്കണമെന്ന് പാർത്തൻ ചൊല്ലിയിരിക്കാൻ. പാർത്തൻ ഒരു ചിട്ടിക്ക് ചെന്നിരിക്കാൻ. അത് കിടച്ചിട്ട് വേണം പോകാൻ. ദൈവം ഓരോരുത്തർക്കും ഓരോ വിധി കൊടുക്കുന്നതാ. പാർത്തന്റെ കാര്യം തന്നെ നോക്ക്. ഇരിക്കുന്ന നഗയെല്ലാം ഇത്തവനെ പഠിക്ക വെച്ചൻ. M.Com പാസ്സാന പയ്യൻ ചെയ്യുന്ന വേലയെ അവൻ ചെയ്യறான். M.Com? ஆமா, M.Com. அவன் சொல்லலையா? ഇല്ല. சொன்னா இருக்கிற வேலையும் போயிடுமேன்னு பயந்து சொல்லாம இருந்திருப்பான். இதுக்கு முன்னால ஒரு ஹோட்டல்ல பில் எழுதுற வேலை கிடைச்சது. M.Com தெரிஞ்ச உடனே அந்த வேலையும் போயிடுச்சு.